എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2013 സെപ്റ്റംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം. ഒന്നാമത്തെ ചോദ്യം: ഒരു കുട്ടിയുടെ ജീവിതത്തിലെ പ്രത്യേക സംഭവങ്ങൾ രേഖപ്പെടുത്തി സ്കൂളിൽ സൂക്ഷിക്കുന്ന ശേഖരം അറിയപ്പെടുന്നത്? ഒരു കുട്ടിയുടെ ജീവിതത്തിലെ പ്രത്യേക സംഭവങ്ങൾ രേഖപ്പെടുത്തി സ്കൂളിൽ സൂക്ഷിക്കുന്ന ശേഖരം അറിയപ്പെടുന്നത്: എ. അനക്ഡോട്ടൽ റെക്കോർഡ്, ബി. ക്യുമുലേറ്റീവ് റെക്കോർഡ്, സി. ലോഗ് ബുക്ക്, ഡി. ക്ലിനിക്കൽ റെക്കോർഡ്. ആൻസർ എ ആണ്, അനക്ഡോട്ടൽ റെക്കോർഡ്. രണ്ടാമത്തെ ചോദ്യം: ADHDയുടെ ശരിയായ പൂർണ്ണരൂപം തിരഞ്ഞെടുക്കുക. ADHDയുടെ ശരിയായ പൂർണ്ണരൂപം തിരഞ്ഞെടുക്കുക. എ. അറ്റൻഷൻ ഡിഫിക്കൽറ്റി ആൻഡ് ഹൈറ്റ് ഡെഫിഷ്യൻസി, ബി. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, സി. അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹാർട്ട് ഡിസ്ഫങ്ഷൻ, ഡി. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹോർമോണൽ ഡിസോർഡർ. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. മൂന്നാമത്തെ ചോദ്യം: ഏത് ബോധന രീതിയിലാണ് അധ്യാപിക വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനായി വ്യത്യസ്ത സ്കൂളുകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്? ഏത് ബോധന രീതിയിലാണ് അധ്യാപിക വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനായി വ്യത്യസ്ത സ്കൂളുകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത്? എ. ഡ്യുവൽ ടീച്ചിങ് മോഡൽ, ബി. റിസോഴ്സ് മോഡൽ, സി. ഇറ്റിനറന്റ് ടീച്ചിങ് മോഡൽ, ഡി. ഇൻക്ലൂസീവ് മോഡൽ. ആൻസർ സി ആണ്, ഇറ്റിനറന്റ് ടീച്ചിങ് മോഡൽ. ചോദ്യം നമ്പർ 4: PWD ആക്ട് നിലവിൽ വന്ന വർഷം? PWD ആക്ട് നിലവിൽ വന്ന വർഷം 1995, 1999, 2009, 2011. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, 1995. ചോദ്യം 5: രമ എന്ന പെൺകുട്ടിക്ക് 10 വയസ്സ് പ്രായമുണ്ട്. അവളുടെ മാനസിക വയസ്സ് അഥവാ മെന്റൽ ഏജ് 6 ആണ്. ബൗദ്ധിക നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി ഏത് കൂട്ടത്തിൽ ഉൾപ്പെടും? രമ എന്ന പെൺകുട്ടിക്ക് 10 വയസ്സ് പ്രായമുണ്ട്. അവളുടെ മാനസിക വയസ്സ് 6 ആണ്. ബൗദ്ധിക നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി ഏത് കൂട്ടത്തിൽ ഉൾപ്പെടും? അപ്പൊ ഇവിടെ ബൗദ്ധിക നിലവാരം ആദ്യം അളക്കണം. ബൗദ്ധിക നിലവാരം എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കോഷ്യന്റ് അഥവാ IQ. IQ എങ്ങനെയാണ് കണ്ടെത്തുക? അതിനൊരു സൂത്രവാക്യം ഉണ്ടല്ലോ. എന്താണ്? MA/CA into 100 അല്ലേ? MA/CA into 100. ഇതാണ് ആ സൂത്രവാക്യം. ഇവിടെ MA എത്രയാണ്? 6 ആണ്. MA എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ്. MA അഥവാ മെന്റൽ ഏജ് എന്നതിന്റെ ചുരുക്കരൂപമാണ് MA. CA എന്നാൽ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ സാധാരണ വയസ്സ്. അതെത്രയാണ്? 10 ആണ്. യെസ്. എന്നിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. യെസ്. അപ്പോൾ ഈ 10ഉം ഈ 0 വെട്ടി. അപ്പോൾ പിന്നെ 6 × 10 60 എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ IQ 60 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ചോദ്യം IQ അല്ല ചോദിക്കുന്നത്, ബൗദ്ധിക നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി ഏത് കൂട്ടത്തിൽ ഉൾപ്പെടും? പ്രതിഭാധനത അഥവാ ഗിഫ്റ്റഡ്, ശരാശരിക്ക് മുകളിൽ എബവ് ആവറേജ്, സി ശരാശരി ആവറേജ്, ഡി ശരാശരിക്ക് താഴെ ബിലോ ആവറേജ്. അപ്പോൾ ആ ഉത്തരം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ബിയും സിയും ഡിയും കണ്ടില്ലേ? ആവറേജ് എന്നാണ്, എബവ് ആവറേജ്, ആവറേജ്, ബിലോ ആവറേജ്.
അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര IQ ഉള്ളതിനാണ് ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ IQന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ പലതായിട്ട് വർഗീകരിച്ചതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. 140 മുതൽ 140 മുകളിലുള്ളവരെ ആണ് പ്രതിഭാശാലി എന്ന് പറയാം. 120നും 139നും ഇടയിലുള്ളവരാണ് വെരി സുപ്പീരിയർ. 110നും 119നും ഇടയിലുള്ളവരാണ് സുപ്പീരിയർ. 90നും 109നും ഇടയിലുള്ളവരാണ് ആവറേജ്. അപ്പോൾ ആ ആവറേജ് ആണ് ഇവിടെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവേണ്ടത്. 90നും 109നും ഇടയിലുള്ളവരാണ് ആവറേജ്. അപ്പോൾ ഇവിടെ 60 ഉള്ളത്. അപ്പോൾ ആവറേജിൽ എത്തിയിട്ടില്ല, എബോ ആവറേജ് അല്ല, ആവറേജിന് മുകളിലും അല്ല, അതുകൊണ്ട് ബിലോ ആവറേജ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ IQവിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കുട്ടികളെ വർഗീകരിക്കുന്നത് എന്ന ആ കാര്യം അത് നമ്മൾ പഠിച്ചിരിക്കണം, അത് മനഃപ്പാഠമാക്കിയിരിക്കണം. 6ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഡിസാബിൾഡ്? എ, അക്കാദമികമായ പിന്നാക്കാവസ്ഥ. അതൊരു കുട്ടിക്ക് ഉണ്ടാകാവുന്നതാണ്. പഠന വൈകല്യമുള്ള കുട്ടി അക്കാദമികമായിട്ട് പിന്നോക്കാവസ്ഥ ആ കുട്ടിക്ക് ഉണ്ടാവാം. ബി, താഴ്ന്ന ബുദ്ധി നിലവാരം. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. താഴ്ന്ന ബുദ്ധി നിലവാരം. പഠന വൈകല്യമുള്ള കുട്ടികളൊക്കെ ബുദ്ധി കുറഞ്ഞവരാണ് എന്ന് നമ്മൾ ധരിക്കരുത്. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിന് ഉത്തരം. അതുപോലെ ഭാഷാ പ്രയാസങ്ങൾ പഠന വൈകല്യമുള്ള കുട്ടിക്കുണ്ടാകും. സംഖ്യകൾ കൈകാര്യം ചെയ്യാനുള്ള പ്രയാസങ്ങളും പഠന വൈകല്യമുള്ള കുട്ടിക്കുണ്ടാകും. പക്ഷേ ആ കുട്ടികൾക്ക് ബുദ്ധി നിലവാരം കുറവാണ് എന്ന പ്രസ്താവന ശരിയല്ല. അപ്പോൾ ഇവിടെ സവിശേഷത അല്ലാത്തതാണല്ലോ പറയേണ്ടത്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരി. 7ാമത്തെ ചോദ്യം, ഗണിത പരീക്ഷകളിൽ താഴ്ന്ന നിലവാരം പുലർത്തുന്ന ഒരു കുട്ടി തൻ്റെ പരാജയ കാരണം വിഷയം പഠിപ്പിക്കുന്ന അധ്യാപികയിൽ ആരോപിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഗണിത പരീക്ഷകളിൽ താഴ്ന്ന നിലവാരം പുലർത്തുന്ന ഒരു കുട്ടി തൻ്റെ പരാജയ കാരണം വിഷയം പഠിപ്പിക്കുന്ന അധ്യാപികയിൽ ആരോപിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എ, ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ. ബി, പ്രതിക്രിയാവിധാനം റിയാക്ഷൻ ഫോർമേഷൻ. സി, പ്രക്ഷേപണം പ്രൊജക്ഷൻ. ഡി, പ്രതിഗമനം റെഗ്രഷൻ. ആൻസർ സി ആണ്, പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. അപ്പോൾ ഗണിത പരീക്ഷയിൽ താഴ്ന്ന നിലവാരം പുലർത്തുന്ന ഒരു കുട്ടി അവൻ്റെ പരാജയത്തിൻ്റെ കാരണം വിഷയം പഠിപ്പിക്കുന്ന അധ്യാപികയിൽ ആരോപിക്കുക. ടീച്ചർ മോശമായതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് എന്നൊരു കുട്ടി പറയാം. അതിനെ പ്രക്ഷേപണം എന്നാണ് പറയുന്നത്, ആ പ്രതിരോധ തന്ത്രത്തെ. ചോദ്യം 8, ബന്ദൂരയുടെ അഭിപ്രായത്തിൽ നിരീക്ഷണ പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന 4 പ്രക്രിയകൾ ഏതെല്ലാം? ബന്ദൂരയുടെ അഭിപ്രായത്തിൽ നിരീക്ഷണ പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന 4 പ്രക്രിയകൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഒബ്സർവേഷണൽ ലേണിംഗ് അക്കോർഡിംഗ് ടു ആൽബർട്ട് ബന്ദൂര? എ, ശ്രദ്ധ നിലനിർത്തൽ പ്രവർത്തനം അഭിപ്രേരണ അഥവാ അറ്റൻഷൻ റിട്ടൻഷൻ പെർഫോമൻസ് മോട്ടിവേഷൻ. ബി, ശ്രദ്ധ താൽപര്യം പ്രവർത്തനം നിലനിർത്തൽ അറ്റൻഷൻ ഇൻട്രസ്റ്റ് ആക്ഷൻ റിട്ടൻഷൻ. സി, താൽപര്യം ശ്രദ്ധ സംവേദനം പ്രവർത്തനം ഇൻട്രസ്റ്റ് അറ്റൻഷൻ പെർസെപ്ഷൻ പെർഫോമൻസ്. ഡി, ശ്രദ്ധ നിലനിർത്തൽ സംവേദനം അഭിപ്രേരണ അറ്റൻഷൻ റിട്ടൻഷൻ പെർസെപ്ഷൻ മോട്ടിവേഷൻ. ഉത്തരം ഏതാണ്? ഉത്തരം എ ആണ്. അറ്റൻഷൻ റിട്ടൻഷൻ പെർഫോമൻസ് മോട്ടിവേഷൻ അഥവാ ശ്രദ്ധ നിലനിർത്തൽ പ്രവർത്തനം അഭിപ്രേരണ ഇവയാണ് നിരീക്ഷണ പഠനത്തിൽ അഥവാ ഒബ്സർവേഷണൽ ലേണിംഗിൽ അടങ്ങിയിരിക്കുന്ന 4 പ്രക്രിയകൾ എന്നാണ് ആൽബർട്ട് ബന്ദൂര പറയുന്നത്. 9ാമത്തെ ചോദ്യം, ഷെൽഡന്റെ അഭിപ്രായത്തിൽ എക്ടോമോർഫിക് ആയ വ്യക്തികളുടെ പ്രധാന പ്രത്യേകത എന്താണ്?
ഷെൽഡന്റെ അഭിപ്രായത്തിൽ എക്ടോമോർഫിക് ആയ വ്യക്തികളുടെ പ്രധാന പ്രത്യേകത. അക്കോർഡിംഗ് ടു ഷെൽഡൻ, മെയിൻലി എക്ടോമോർഫിക് പീപ്പിൾ ആർ എ. അന്തർമുഖത്വം, ഇൻട്രോവർട്ടഡ്. ബി. ബഹിർമുഖത്വം, എക്സ്ട്രോവർട്ടഡ്. സി. അലസത, ലേസി. ഡി. സാഹസികതയോടുള്ള ഇഷ്ടം, റിസ്ക് ലവിങ്. ആൻസർ എ ആണ്, ഇൻട്രോവർട്ടർ അഥവാ അന്തർമുഖത്വം. 10ാമത്തെ ചോദ്യം. ഒരു കുട്ടിയിൽ നേട്ടം കൈവരിക്കാനുള്ള അഭിവാഞ്ച വളർത്താൻ ഉപയുക്തമായത്. ഒരു കുട്ടിയിൽ നേട്ടം കൈവരിക്കാനുള്ള അഭിവാഞ്ച വളർത്താൻ ഉപയുക്തമായത്. അച്ചീവ്മെന്റ് മോട്ടീവ് ഇൻ എ ചൈൽഡ് ക്യാൻ ബി ഡെവലപ്ഡ് ബൈ എ. കുട്ടിയുടെ ഉയർന്ന പ്രതീക്ഷയും അനുയോജ്യമായ മാർഗനിർദ്ദേശവും. ബി. മഹാന്മാരുടെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. സി. യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യബോധം കുട്ടിയിൽ ജനിപ്പിക്കുക. ഡി. ഇവയെല്ലാമാണ്. ആൻസർ ഡി ആണ്, ഇവയെല്ലാമാണ്. അഥവാ അച്ചീവ്മെന്റ് മോട്ടീവ് കുട്ടിയിൽ ഉണ്ടാക്കാൻ കുട്ടിയുടെ ഉയർന്ന പ്രതീക്ഷ, അനുയോജ്യമായ മാർഗനിർദ്ദേശം. മഹാന്മാരുടെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യബോധം കുട്ടിയിൽ ജനിപ്പിക്കുക. 11. അധ്യാപിക സങ്കീർണമായ ഒരു ആശയം സന്തോഷകരമായ ഒരു ചോദകവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു. അത്തരം കുറേ ആവർത്തനങ്ങൾക്ക് ശേഷം കുട്ടികൾ ആ വിഷയം ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഇത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അധ്യാപിക സങ്കീർണമായ ഒരു ആശയം സന്തോഷകരമായ ഒരു ചോദകവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു. അത്തരം കുറേ ആവർത്തനങ്ങൾക്ക് ശേഷം കുട്ടികൾ ആ വിഷയം ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഇത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്? എ. ക്ലാസിക്കൽ കണ്ടീഷനിങ്. ബി. ഓപ്പറന്റ് കണ്ടീഷനിങ്. സി. ഉൾക്കാഴ്ച പഠനം. ഡി. ശ്രമപരാജയ പഠനം. ആൻസർ എ ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. 12. ഒരു അനുബന്ധന ചോദകം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധനം രൂപപ്പെടുത്തുന്നത്. ഒരു അനുബന്ധന ചോദകം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധനം രൂപപ്പെടുത്തുന്നത്. When one conditioned stimulus is used to create another, it is called. When one conditioned stimulus is used to create another, it is called A. Spontaneous recovery. B. Extinction. C. Shaping. D. ഉയർന്ന തല അനുബന്ധനം അഥവാ ഹയർ ഓർഡർ കണ്ടീഷനിങ്. ആൻസർ ഡി ആണ്, ഉയർന്ന തല അനുബന്ധനം, ഹയർ ഓർഡർ കണ്ടീഷനിങ്. 13. അബ്രഹാം മാസ്ലോ അടിസ്ഥാനപരമായി അബ്രഹാം മാസ്ലോ വാസ് ബേസിക്കലി എ. പ്രായോഗികവാദി, പ്രാഗ്മാറ്റിസ്റ്റ്. ബി. ജ്ഞാനനിർമ്മിതിവാദി, കൺസ്ട്രക്റ്റിവിസ്റ്റ്. സി. മാനവികതാവാദി, ഹ്യൂമനിസ്റ്റ്. ഡി. വ്യവഹാരവാദി, ബിഹേവിയറിസ്റ്റ്. ആൻസർ സി ആണ്, മാനവികതാവാദി അഥവാ ഹ്യൂമനിസ്റ്റ്. 14. ആദ്യമായി വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവുമായി ബന്ധിപ്പിച്ച തത്വശാസ്ത്രജ്ഞൻ ആരാണ്? ആദ്യമായി വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവുമായി ബന്ധിപ്പിച്ച തത്വശാസ്ത്രജ്ഞൻ ആര്? The first philosopher who integrated philosophy with education. അരിസ്റ്റോട്ടിൽ, പെസ്റ്റലോസി, ജോൺ ലോക്ക്, വില്യം വുണ്ട്. ആൻസർ ബി ആണ്, പെസ്റ്റലോസി. 15. മനുഷ്യ വ്യവഹാരം പഠിക്കുന്നതിന് താഴെ പറയുന്നതിൽ ഏത് രീതിയാണ് കൂടുതൽ വസ്തുനിഷ്ഠമായത്? മനുഷ്യ വ്യവഹാരം പഠിക്കുന്നതിന് താഴെ പറയുന്നതിൽ ഏത് രീതിയാണ് കൂടുതൽ വസ്തുനിഷ്ഠമായത്? Which of the following is an objective method of studying human behavior? അപ്പോൾ വസ്തുനിഷ്ഠമായത് അഥവാ ഒബ്ജക്റ്റീവ് മെത്തേഡ് ഏതാണ് എന്നാണ് ചോദ്യം. അഭിമുഖം, ഇൻട്രോസ്പെക്ഷൻ,
ഇൻവെന്ററി, സ്വപ്ന വ്യാഖ്യാനം അഥവാ ഡ്രീം അനാലിസിസ്. ആൻസർ സി ആണ്, ഇൻവെന്ററി. 16. കുട്ടികളിൽ സർഗാത്മകത പോഷിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? കുട്ടികളിൽ സർഗാത്മകത പോഷിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി. ചൂസ് ദ കറക്റ്റ് മെത്തേഡ് ഫോർ ഫോസ്റ്ററിംഗ് ക്രിയേറ്റിവിറ്റി എമംഗ് ചിൽഡ്രൻ. എ. സംവർദ്ധിത കാര്യക്രമം, എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ബി. ത്വരണം, ആക്സലറേഷൻ. സി. കാര്യക്രമിത പഠനം, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഡി. സിനറ്റിക്സ് മോഡൽ അല്ലെങ്കിൽ സിനറ്റിക്സ് മാതൃക. ആൻസർ ഡി ആണ്, സിനറ്റിക്സ് മോഡൽ. 17. വളർച്ച സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഗ്രോത്ത്. എ. വളർച്ച പരിപക്വനം, പഠനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഗ്രോത്ത് ഡിപ്പെൻഡ് അപ്പോൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ബി. വളർച്ച ഒരു ജീവിയിൽ നടക്കുന്ന പൊതുവായ മാറ്റമാണ്. ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ ഓർഗാനിസം ആസ് എ ഹോൾ. സി. വളർച്ച പരിപക്വനം, പഠനം എന്നിവയെ ആശ്രയിച്ചല്ല നടക്കുന്നത്. ഗ്രോത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഡി. വളർച്ച ഗർഭപാത്രം മുതൽ ശവക്കല്ലറ വരെ തുടരുന്ന പ്രക്രിയയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. വളർച്ച പരിപക്വനം, പഠനം എന്നിവയെ ആശ്രയിച്ചല്ല നടക്കുന്നത്. പരിപക്വനം എന്നാൽ മെച്ചുറേഷൻ, പഠനം എന്നാൽ ലേണിംഗ്. ഇവയെ ആശ്രയിച്ചല്ല വളർച്ച നടക്കുന്നത്. അതാണ് ശരിയായ പ്രസ്താവന. സി ആണ് ശരിയായത്. 18. ഏത് ഘട്ടമാണ് കളിപ്പാട്ടത്തിന്റെ കാലം എന്നറിയപ്പെടുന്നത്? ഏത് ഘട്ടമാണ് കളിപ്പാട്ടത്തിന്റെ കാലം എന്നറിയപ്പെടുന്നത്? വിച്ച് പീരീഡ് ഈസ് നോൺ ആസ് ടോയ് ഏജ്? ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്. ബി. അന്ത്യബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡ്. സി. ശൈശവം, ഇൻഫാൻസി. ഡി. കുട്ടിക്കാലം, ബേബിഹുഡ്. ആൻസർ എ ആണ്, ആദ്യ ബാല്യം അഥവാ ഏർലി ചൈൽഡ്ഹുഡ്. അതാണ് കളിപ്പാട്ടത്തിന്റെ കാലം അഥവാ ടോയ് ഏജ് എന്നറിയപ്പെടുന്നത്. 19. സാമീപ്യ ദുരവസ്ഥ ദിശാക്രമം അഥവാ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ടേം പ്രോക്സിമോ ഡിസ്റ്റൽ മീൻസ് എ. മുകളിൽ നിന്ന് താഴോട്ട്, ടോപ്പ് ടു ബോട്ടം. ബി. ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക്, ഹെഡ് ടു ഫൂട്ട്. സി. ദേഹഭാഗങ്ങളിൽ നിന്ന് കേന്ദ്രപ്രദേശത്തേക്ക്, ഫാർ ടു നിയർ. ഡി. ശരീരത്തിന്റെ കേന്ദ്രപ്രദേശത്ത് നിന്ന് പാർശ്വത്തിലേക്ക്, നിയർ ടു ഫാർ. ആൻസർ ഡി ആണ്. പ്രോക്സിമോ ഡിസ്റ്റൽ എന്നാൽ നിയർ ടു ഫാർ അഥവാ ശരീരത്തിന്റെ കേന്ദ്രപ്രദേശത്ത് നിന്ന് പാർശ്വത്തിലേക്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. 20. കാതറിൻ ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ 18ാം മാസത്തിൽ കുട്ടിയിൽ അസൂയ ഉടലെടുക്കുന്നത്. അക്കോർഡിംഗ് ടു കാതറിൻ ബ്രിഡ്ജസ്, at 18 months jealousy develops in a child from എ. മനപ്രയാസം, ആനന്ദം എന്നിവയിൽ നിന്ന്, ഡിസ്ട്രസ് ആൻഡ് ഡിലൈറ്റ്. ബി. മനപ്രയാസം, സ്നേഹം എന്നിവയിൽ നിന്ന്, ഡിസ്ട്രസ് ആൻഡ് അഫെക്ഷൻ. സി. സന്തോഷം, ആനന്ദം എന്നിവയിൽ നിന്ന്, ജോയ് ആൻഡ് ഡിലൈറ്റ്. ഡി. മനപ്രയാസം, വികാര വിക്ഷോഭം എന്നിവയിൽ നിന്ന്, ഡിസ്ട്രസ് ആൻഡ് എക്സൈറ്റ്മെന്റ്. ആൻസർ ബി ആണ്, മനപ്രയാസം, സ്നേഹം എന്നിവയിൽ നിന്ന്. അപ്പോൾ മനപ്രയാസം, സ്നേഹം എന്നിവയിൽ നിന്നാണ് കുട്ടിയിൽ അസൂയ ഉടലെടുക്കുന്നത്. അത് 18ാം മാസത്തിലാണ് ഉണ്ടാവുന്നതെന്നാണ് കാതറിൻ ബ്രിഡ്ജസ് പറയുന്നത്. 21. പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടിയിൽ ദിശാന്തരണം സാധ്യമാകുന്ന ഘട്ടം. പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടിയിൽ ദിശാന്തരണം സാധ്യമാകുന്ന ഘട്ടം. ദിശാന്തരണം എന്നതിന് ഇംഗ്ലീഷിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയും. അക്കോർഡിംഗ് ടു പിയാഷെ,
The child develops the ability of reversibility at the stage of A. മനോവ്യാപാര പൂർവ്വ ചിന്തന ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ബി. ഊഹം വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടം അഥവാ ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്. സി. മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഡി. ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ആൻസർ സി ആണ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 22. വാക്ക് ഉച്ചരിക്കാൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ വയ്യാതെ തടസ്സപ്പെട്ടു നിൽക്കുന്ന ഭാഷണ വൈകല്യം അറിയപ്പെടുന്നത്. വാക്ക് ഉച്ചരിക്കാൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ വയ്യാതെ തടസ്സപ്പെട്ടു നിൽക്കുന്ന ഭാഷണ വൈകല്യം അറിയപ്പെടുന്നത്. A pause before pronouncing a word is a speech difficulty which is known as A. കൊഞ്ഞ, lisping. B. കൊഞ്ചൽ, baby talk. C. വിക്ക്, stammering. D. അസ്പഷ്ട ഭാഷണം, slurring. ആൻസർ സി ആണ്, വിക്ക് അഥവാ സ്റ്റാമറിംഗ്. 23. നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം രൂപപ്പെടുന്നത്. നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം രൂപപ്പെടുന്നത്. അക്കോർഡിംഗ് ടു നോം ചോംസ്കി, the rudimentary form of language is being A. മസ്തിഷ്കത്തിൽ, stored in brain. B. സമൂഹത്തിൽ, found in society. C. വിദ്യാഭ്യാസത്തിലൂടെ, transformed through education. D. ആശയവിനിമയത്തിലൂടെ, developed by interaction. ആൻസർ എ ആണ്, മസ്തിഷ്കത്തിൽ അഥവാ stored in brain. 24. സാംസ്കാരിക കൈമാറ്റത്തിലും അറിവ് നിർമ്മാണത്തിലും ഭാഷാധ്യാപകർക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനാകും എന്ന് വാദിച്ചത്. സാംസ്കാരിക കൈമാറ്റത്തിലും അറിവ് നിർമ്മാണത്തിലും ഭാഷാധ്യാപകർക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനാകും എന്ന് വാദിച്ചത്. Who postulated the idea that language teachers can play a vital role in society for transforming culture and construction of knowledge? A. Noam Chomsky. B. Bandura. C. Brunner. D. Vygotsky. ആൻസർ ഡി ആണ്, വൈഗോട്സ്കി. 25. തുടർ മൂല്യനിർണയം അഥവാ CE സംബന്ധിച്ച ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏതാണ്? തുടർ മൂല്യനിർണയം സംബന്ധിച്ച ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏതാണ്? Which statement best suits the concept of continuous evaluation? A. പഠനത്തിന് ശേഷം നടത്തേണ്ട പ്രക്രിയയാണത്. B. പഠന കാലയളവിന്റെ അന്ത്യത്തിൽ നടത്തേണ്ട പ്രക്രിയയാണ്. C. പഠന ഉൽപ്പന്നത്തെ മാത്രം അടിസ്ഥാനമാക്കി നടത്തേണ്ട പ്രക്രിയയാണ്. D. പഠനത്തോടൊപ്പം നടത്തേണ്ട പ്രക്രിയയാണ്. ആൻസർ ഡി ആണ്, പഠനത്തോടൊപ്പം നടത്തേണ്ട പ്രക്രിയയാണ്. എ പ്രോസസ് ടു ബി ക്യാരിഡ് ഔട്ട് എലോങ് വിത്ത് ലേണിംഗ്. 26. ഒരു പഠനവക്രത്തിൽ, പഠനവക്രം എന്നാൽ ലേണിംഗ് കർവ്, ഒരു പഠനവക്രത്തിൽ കോൺവെക്സ് വക്രം സൂചിപ്പിക്കുന്നത്. ഒരു പഠനവക്രത്തിൽ കോൺവെക്സ് വക്രം സൂചിപ്പിക്കുന്നത്. ഇൻ എ ലേണിംഗ് കർവ്, the convex curve of learning indicates A. ധനപര പഠനവക്രം, positively accelerated curve. B. ഋണപര പഠനവക്രം, negatively accelerated curve. C. ബെൽ ആകൃതിയുള്ള വക്രം, ബെൽ ഷേപ്ഡ് കർവ്. D. മിശ്രിത വക്രം അഥവാ S ആകൃതിയിലുള്ളത്, S ഷേപ്ഡ് കർവ്. ആൻസർ ബി ആണ്, നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ് അഥവാ ഋണപര പഠനവക്രം. 27. ചില പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്നത് സംബന്ധിച്ച ഓർമ്മ ഏത് ഗണത്തിൽ ഉൾപ്പെടുന്നു? ചില പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്നത് സംബന്ധിച്ച ഓർമ്മ
ഏത് ഗണത്തിൽ ഉൾപ്പെടുന്നു? എ. ഡിക്ലറേറ്റീവ് മെമ്മറി, ബി. സെമാൻറ്റിക് മെമ്മറി, സി. പ്രൊസീജറൽ മെമ്മറി, ഡി. എപ്പിസോഡിക് മെമ്മറി. ആൻസർ സി ആണ്, പ്രൊസീജറൽ മെമ്മറി. 28. എറിക്സണിന്റെ അഭിപ്രായത്തിൽ അപ്പർ പ്രൈമറി തലത്തിലെ കുട്ടിയുടെ മനോസാമൂഹ്യ വികാസ ഘട്ടം. എറിക്സണിന്റെ അഭിപ്രായത്തിൽ അപ്പർ പ്രൈമറി തലത്തിലെ കുട്ടിയുടെ മനോസാമൂഹ്യ വികാസ ഘട്ടം. ദ സൈക്കോ സോഷ്യൽ ചലഞ്ച് ഫേസ്ഡ് ഡ്യൂറിംഗ് മിഡിൽ സ്കൂൾ ഇയേഴ്സ് അക്കോർഡിംഗ് ടു എറിക്സൺ ഈസ് എ. വിശ്വാസവും അവിശ്വാസവും, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ബി. സ്വേച്ഛാ പ്രതികരണവും സംശയവും, ഓട്ടോണമി വേഴ്സസ് ഷെയിം, സി. ആത്മബന്ധവും ഏകാകിത്വവും, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ഡി. കർമ്മോത്സുകതയും അപകർഷതയും, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ആൻസർ ഡി ആണ്, കർമ്മോത്സുകതയും അപകർഷതയും, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. 29. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള മൊത്തം വിലയിരുത്തലിന് പറയാവുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള മൊത്തം വിലയിരുത്തലിന് പറയാവുന്നത്. The summary judgment about your worth as a person is called A. സ്വയം ആദരവ്, സെൽഫ് എസ്റ്റീം, ബി. അഹംബോധം, സെൽഫ് കൺസെപ്റ്റ്, സി. ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഡി. സ്വാർത്ഥത, സെൽഫിഷ്നെസ്. ആൻസർ ബി ആണ്, അഹംബോധം അഥവാ സെൽഫ് കൺസെപ്റ്റ്. അപ്പൊ സെൽഫ് കൺസെപ്റ്റ് എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള മൊത്തം വിലയിരുത്തലിന് പറയാവുന്ന വാക്കാണ് സെൽഫ് കൺസെപ്റ്റ്. 30. ചോദ്യം. നല്ല ആൺകുട്ടി, നല്ല പെൺകുട്ടി എന്ന് പറയിക്കാനുള്ള ശ്രമം നൈതിക വികാസത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. ഈ ആശയം ഉന്നയിച്ചത്. നല്ല ആൺകുട്ടി, നല്ല പെൺകുട്ടി എന്ന് പറയിക്കാനുള്ള ശ്രമം നൈതിക വികാസത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. ഈ ആശയം ഉന്നയിച്ചത്. ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയന്റേഷൻ ഈസ് വൺ ഓഫ് ദി സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ദ ഐഡിയ വാസ് പുട്ട് ഫോർവേഡ് ബൈ എ. എറിക്സൺ, ബി. സ്കിന്നർ, സി. പിയാഷെ, ഡി. കോൾബർഗ്. ആൻസർ ഡി ആണ്, കോൾബർഗ്.